Hello everyone, welcome to NETC. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഇന്നത്തെ ടോപ്പിക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നമ്മുടെ പെൽവിക് റീജിയണിലാണ് കാണപ്പെടുന്നത്. അതായത് വയറിന് താഴെയും തുടയ്ക്ക് മുകളിലുമായിട്ടും കാണപ്പെടുന്ന ഭാഗത്തെയാണ് പെൽവിക് റീജിയൺ എന്ന് പറയുന്നത്. ഈ റീജിയണിലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും കാണപ്പെടുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? എ പെയർ ഓഫ് ഓവറീസ്, എ പെയർ ഓഫ് ഓവിഡക്ട്സ്, യൂട്രസ്, സെർവിക്സ്, വജൈന ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയും ചേരുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് എ പെയർ ഓഫ് ഓവറീസ്, 2 ഓവറികൾ, ഓരോ ഓവറിക്കും ഓരോ ഓവിഡക്റ്റ്, അതായത് 2 ഓവിഡക്ട്സ്, ഒരു യൂട്രസ്, സെർവിക്സ്, വജൈന, പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയും ചേരുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇനി ഇത് കൂടാതെ 2 മമ്മറി ഗ്ലാൻസും കൂടിയുണ്ട്. ഈ മമ്മറി ഗ്ലാൻസ് പ്രൈമറി സെക്സ് ഓർഗനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഈ മമ്മറി ഗ്ലാൻസ് ആവശ്യമാണ്. മമ്മറി ഗ്ലാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫീമെയിൽ ബ്രസ്റ്റിനെയാണ്. ഇനി ആദ്യം തന്നെ ഓവറിയെ പറ്റി പഠിക്കാം. ഓവറിയാണ് പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻസ്. പ്രൈമറി മെയിൽ സെക്സ് ഓർഗൻ ടെസ്റ്റിസ് ആയിരുന്നു, അതുപോലെ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ഓവറി. ഇനി ഓവറിയിലാണ് ഫീമെയിൽ ഗമേറ്റായ ഓവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഫീമെയിൽ ഗമേറ്റായ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറികളിലാണ്. അതുപോലെ തന്നെ ചില സ്റ്റിറോയിഡ് ഹോർമോൺസും ഓവറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഓവറീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ ചില സ്റ്റിറോയിഡ് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ബോഡിയിൽ അബ്ഡോമിൻ്റെ താഴെയായിട്ട് അല്ലെങ്കിൽ ലോവർ അബ്ഡോമിനിലായിട്ട്, അതായത് വയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് 2 സൈഡിലും ഓരോ ഓവറീസ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതായത് 2 സൈഡിലും ഓരോ ഓവറി വീതം കാണാൻ പറ്റും. ഓരോ ഓവറിക്കും 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ ലെങ്ത് ഉണ്ടായിരിക്കും. ഇനി ഈ ഓവറി നമുക്കറിയാം പെൽവിക് റീജിയണിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ പെൽവിക് വാളുമായിട്ടും ഓവറിയെ കണക്ട് ചെയ്യണം, അതുപോലെ യൂട്രസുമായിട്ടും കണക്ട് ചെയ്യണം. ഇങ്ങനെ ഓവറിയെ യൂട്രസുമായിട്ടും പെൽവിക് വാളുമായിട്ടും കണക്ട് ചെയ്യുന്നത് കുറച്ച് ലിഗമെന്റ്സ് ആണ്. ഓവറിയെ കവർ ചെയ്തുകൊണ്ട് ഒരു തിന്നായിട്ടുള്ള എപ്പിത്തീലിയം ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ടെസ്റ്റിസിനെ കവർ ചെയ്തുകൊണ്ട് കട്ടിയുള്ള ഒരു കവറിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഓവറിയെ കവർ ചെയ്തുകൊണ്ട് ഒരു തിൻ എപ്പിത്തീലിയം ആണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിലാണ് ഒവേറിയൻ സ്ട്രോമ, അതായത് ഓവറിയുടെ ഉൾഭാഗം. ഈ ഓവറിയുടെ ഉൾഭാഗത്തെ തന്നെ നമുക്ക് 2 സോൺസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാണ് കോർട്ടെക്സ്, രണ്ടാമത്തത് മെഡുല്ല. അതായത് ഇതൊരു ഓവറി ആണെങ്കിൽ ഇതിൻ്റെ പുറമേയുള്ള പാർട്ട്, അതിനെയാണ് നമുക്ക് കോർട്ടെക്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. പെരിഫറൽ കോർട്ടെക്സ്. അകത്തുള്ള ഭാഗമാണ് മെഡുല്ല എന്ന് വിളിക്കുന്നത്. അതായത് 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ ലെങ്ത് ഉള്ള ഓർഗൻസ് ആണ് ഓവറി എന്ന് പറയുന്നത്. ഓവറി 2 എണ്ണമാണ് ഉള്ളത്. ഇത് പെൽവിക് റീജിയണിലാണ് ഉള്ളത്. ലോവർ അബ്ഡമൻ്റെ 2 സൈഡിലും ഓരോന്ന് വീതം കാണപ്പെടുന്നു. ഓവറിയുടെ ഫങ്ഷൻ എന്താണ്? ഇത് ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ സ്റ്റിറോയിഡ് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓവറിയെ പെൽവിക് വാളും യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്നത് കുറച്ച് ലിഗമെന്റ്സ് ആണ്. ഓവറിയെ കവർ ചെയ്ത് ഒരു തിൻ എപ്പിത്തീലിയം ഉണ്ട്. അതിനുള്ളിലാണ് ഓവറിയുടെ ഉൾഭാഗം ഉള്ളത്. ഓവറിയുടെ ഉൾഭാഗത്തെ തന്നെ പെരിഫറൽ കോർട്ടെക്സ് എന്നും ഇന്നർ മെഡുല്ല എന്നും 2 സോൺസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഓവിഡക്സ്. ഓവിഡക്സിൻ്റെ മറ്റൊരു പേരാണ് ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്സ്. ഈ ഫലോപ്പിയൻ ട്യൂബും ഓവിഡക്സ് അല്ലെങ്കിൽ ഓവിഡക്സും യൂട്രസും വജൈനയും, ഈ 3 പാർട്ടിനെയും കൂടെ ചേർത്താണ് ഫീമെയിൽ ആക്സസറി ഡക്ട്സ് എന്ന് പറയുന്നത്. ഓവിഡക്റ്റ്, യൂട്രസ്, വജൈന, ഈ 3 പാർട്ടും കൂടെ ചേർന്നതിനെയാണ് ഫീമെയിൽ ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ ഓവിഡക്റ്റിനും 10 to 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കും.
അതായത് ഫലോപ്പിയൻ ട്യൂബ് 10 to 12 സെൻറ്റിമീറ്റർ ലോങ് ആണ്. ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്? ഓവറിയുടെ പെരിഫറി മുതൽ യൂട്രസ് വരെ ഇത്രയും സ്ഥലത്താണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പിക്ചർ കാണിക്കാം. ഇതാ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഓവറി. ഓവറിയുടെ പുറം ഭാഗത്തു നിന്ന് യൂട്രസ് വരെ കണക്ട് ചെയ്തിട്ടാണ് ഫെലോപ്പിയൻ ട്യൂബ് ഇരിക്കുന്നത്. അതായത് ഓവറിയുടെ പെരിഫറിയായി ഇവിടെ മുതൽ ഇതിങ്ങനെ ഫെലോപ്പിയൻ ട്യൂബ് വന്ന് യൂട്രസ് വരെ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഈ ഒവിഡക്റ്റിൻ്റെ ഓവറിയുമായിട്ട് ചേർന്നിരിക്കുന്ന പാർട്ടിനെയാണ് ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നത്. ഇത് ഓവറി ആണെങ്കിൽ ഓവിഡക്റ്റ് ഇങ്ങനെ, എന്നിട്ട് ഇത് യൂട്രസുമായിട്ട് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓവറിയുമായിട്ട് ചേർന്നിരിക്കുന്ന ഈ ഒരു പാർട്ടിനെയാണ് ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നത്. ഈ ഇൻഫണ്ടിബുലം ഒരു ഫണൽ ഷേപ്ഡ് ആണ്. ഫണൽ എങ്ങനെയാണ്? ഇങ്ങനെ ഫണൽ ഷേപ്ഡ് ആണ് ഇരിക്കുന്നത്. ഇനി ഈ ഇൻഫണ്ടിബുലത്തിൻ്റെ അറ്റത്ത് എഡ്ജസിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതിനെയാണ് ഫിംബ്രി എന്ന് വിളിക്കുന്നത്. ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഓവറിയുടെ അടുത്തിരിക്കുന്ന പാർട്ടാണ് ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലത്തിൻ്റെ അറ്റത്ത് ഫിംബ്രി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. എന്തിനാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്? ഇതിനൊരു ഫങ്ഷൻ ഉണ്ട്. അതായത് ഓവറിയിലാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓവറി ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഓവറിയിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ്ഡ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഈ സമയത്ത് ഈ പുറത്തേക്ക് വരുന്ന ഓവത്തിനെ കറക്റ്റായിട്ട് കളക്ട് ചെയ്യാനാണ് ഈ ഓവിഡക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫിംബ്രി എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് ഈ ഓവറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓവത്തിനെ കളക്ട് ചെയ്യുന്നത്. അതാണ് ഫിംബ്രിയുടെ ഫങ്ഷൻ. ഇനി ഇൻഫണ്ടിബുലത്തിന് ശേഷം പിന്നെ ഓവിഡക്റ്റിൻ്റെ ഒരു വൈഡർ പാർട്ടുണ്ട്. അതായത് കുറച്ച് വീതി കൂടിയ പാർട്ടുണ്ട്. അതിനെയാണ് ആംബ്യുള്ള എന്ന് പറയുന്നത്. അതിനുശേഷം ഒവിഡക്റ്റിന് ഒരു നാരോ പാർട്ടുണ്ട്. അതാണ് ഇസ്തുമസ്. അതായത് പിക്ചറിൽ കാണിക്കാം. ഇതാ ഈ ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള പാർട്ടാണ് ഇൻഫണ്ടിബുലം. അതിനുശേഷം ഒരു വൈഡർ പാർട്ടുണ്ട്. അതാണ് ആംബ്യുള്ള. ഇതിനുശേഷം ഈ ആംബ്യുള്ള യൂട്രസുമായിട്ട് ചേരുമ്പോൾ അവിടെ ഒരു നാരോ പോർഷൻ ഉണ്ട്. അതിനെയാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബ് എന്താണ്? 3 പാർട്ട് ചേർന്നതാണ്. അതായത് ഒന്നാമത്തത് ഇൻഫണ്ടിബുലം. ഇതാണ് ഓവറിയുമായിട്ട് അടുത്തിരിക്കുന്ന പാർട്ട്. ഇൻഫണ്ടിബുലത്തിനുള്ള ചില ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് ഫിംബ്രി എന്ന് വിളിക്കുന്നത്. ഇനി ഇൻഫണ്ടിബുലത്തിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആംബ്യുള്ള എന്ന് പറഞ്ഞിട്ട് വൈഡർ ആയിട്ടൊരു പാർട്ടുണ്ട്. അതിനുശേഷം ഇത് യൂട്രസുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഒരു നാരോ പാർട്ടുണ്ട്. അതാണ് ഇസ്തുമസ്. ഇതാണ് ഓവിഡക്റ്റിൻ്റെ സ്ട്രക്ചർ. യൂട്രസ് അല്ലെങ്കിൽ വോംബ്. യൂട്രസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓർഗനാണ്. ഓവറി പെയർഡ് ആയിരുന്നു, പക്ഷെ യൂട്രസ് സിംഗിൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഇതിൻ്റെ ഷേപ്പ് ഒരു ഇൻവേർട്ടഡ് പിയർ ഷേപ്പാണ്. ഇൻവേർട്ടഡ് പിയർ ഷേപ്പിലാണ് യൂട്രസ് ഉള്ളത്. യൂട്രസിനെ പെൽവിക് വാളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ്സ് ആണ്. ഓവറിയെ യൂട്രസുമായിട്ടും പെൽവിക് വാളുമായിട്ടും കണക്ട് ചെയ്തത് ലിഗമെന്റ്സ് ആണ്. അതുപോലെ യൂട്രസിനെയും പെൽവിക് വാളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ്സ് ആണ്. ഇനി ഈ ഓവറി സെർവിക്സ് വഴി വജൈനയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. യൂട്രസ് സെർവിക്സ് വഴി വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആ സെർവിക്സിന് ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റിയാണ് നമ്മൾ സെർവൈക്കൽ കനാൽ എന്ന് വിളിക്കുന്നത്. സെർവിക്സിനകത്തുള്ള ആ ഒരു സ്ഥലം, അതിനെയാണ് സെർവൈക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ സെർവൈക്കൽ ക്യാവിറ്റിയുടെ പേരാണ് സെർവൈക്കൽ കനാൽ. സെർവൈക്കൽ കനാലും വജൈനയും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ബർത്ത് കനാൽ എന്ന് പറയുന്നത്. സെർവൈക്കൽ കനാലിനെയും വജൈനയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ബർത്ത് കനാൽ. കാരണം ഇതിലൂടെയാണ് നമ്മുടെ ഡെലിവറി സമയത്ത് ബേബി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ബർത്ത് കനാൽ എന്ന് വിളിക്കുന്നത്. കാരണം ബേബി യൂട്രസിനകത്താണ് ഇരിക്കുന്നത്. ഇത് ഡെലിവറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ പുറത്തേക്ക് വരുന്നത് ബർത്ത് കനാലിൽ കൂടെയാണ്. അതായത് സെർവൈക്കൽ കനാലും വജൈനയും ചേരുന്ന ഭാഗത്തൂടെ.
സെർവൈക്കൽ കനാലിലൂടെ, എന്നിട്ട് വജൈനയിലേക്ക്, അതുവഴി പുറത്തേക്ക്. അപ്പോൾ സെർവൈക്കൽ കനാലിനെയും വജൈനയും കൂടെ ചേർത്താണ് ബർത്ത് കനാൽ എന്ന് വിളിക്കുന്നത്. ഇനി യൂട്രസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, യൂട്രസിന് 3 ലെയേഴ്സ് ഉണ്ട്. അതായത് യൂട്രസ് ഉണ്ടാക്കിയിട്ടുള്ളത് 3 ലെയറുകൾ ചേർത്ത് വെച്ചിട്ടാണ്. ആദ്യം ഏറ്റവും പുറമെ നമുക്ക് തിന്നായിട്ടുള്ള ഒരു ലെയർ കാണാൻ പറ്റും, അതാണ് പെരിമെട്രിയം. യൂട്രസിൻ്റെ ഏറ്റവും പുറമെയുള്ള തിന്നായിട്ടുള്ള ഒരു ലെയറാണ് പെരിമെട്രിയം. ഇനി നടുക്കായിട്ട് നമുക്കൊരു സ്മൂത്ത് മസിലിൻ്റെ ലെയർ കാണാം, അതായത് അതൊരു മസിൽ ലെയറാണ്. ഏറ്റവും പുറമെ ഒരു തിൻ ലെയർ ആയിരുന്നു, അതിൻ്റെ തൊട്ടടുത്തത് ഒരു മസിൽ ലെയറാണ്, അതായത് സ്മൂത്ത് മസിൽ. മസിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്, സ്കെലിറ്റൽ മസിലുണ്ട്, സ്മൂത്ത് മസിലുണ്ട്, കാർഡിയാക് മസിലുണ്ട്. അപ്പോൾ സ്മൂത്ത് മസിലാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ സ്മൂത്ത് മസിലിൻ്റെ ഒരു തിക്ക് ലെയറാണ് മിഡിൽ ലെയറായിട്ട് വരുന്നത്, അതിനെ നമ്മൾ മയോമെട്രിയം എന്ന് വിളിക്കുന്നു. ഇനി ഏറ്റവും അകത്ത് ഉള്ള ഒരു ലെയറാണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയം ഒരു ഗ്ലാൻഡുലാർ ലെയറാണ്, അതായത് ഈ ലെയർ ഒരു ഗ്ലാൻഡിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് യൂട്രസിൻ്റെ 3 ലെയേഴ്സ്? ഏറ്റവും പുറമേ ഉള്ള ഒരു തിന്നായിട്ടുള്ള തിൻ മെംബ്രെയിനസ് ലെയറാണ് പെരിമെട്രിയം. അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന തിക്ക് സ്മൂത്ത് മസിൽ ലെയറാണ് മയോമെട്രിയം. ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ ഗ്ലാൻഡുലാർ ലെയറാണ് എൻഡോമെട്രിയം. അപ്പം നമുക്ക് എന്ത് പറയാം? യൂട്രൈൻ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്നത് എൻഡോമെട്രിയാണ്. കാരണം യൂട്രസ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അകത്തുള്ള ലെയറാണ് എൻഡോമെട്രിയം. അതായത് ഇതാണ് യൂട്രൈൻ ക്യാവിറ്റി എങ്കിൽ അതിനെ ലൈൻ ചെയ്യുന്നത് ആരാ? എൻഡോമെട്രിയം. കാരണം അതാണ് ഏറ്റവും ഉള്ളിലെ ലെയർ. ഇനി എൻഡോമെട്രിയത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് എപ്പോഴും റിന്യൂ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ടൈമിൽ ഈ എൻഡോമെട്രിയമാണ് പൊട്ടിപ്പോകുന്നത്. എൻഡോമെട്രിയം അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിളിന് പല ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ പല സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജിലും ഈ എൻഡോമെട്രിയത്തിന് പല ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മെൻസ്ട്രുവൽ സൈക്കിളിൽ മാറ്റം സംഭവിക്കുന്ന ഒരു ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ബാക്കി എക്സ്റ്റേണൽ ലെയറും മയോമെട്രിയും ഒക്കെ അതെപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കുകയാണ്. അതായത് അത് ഇടയ്ക്ക് നശിച്ചു പോവുകയും പിന്നീട് വീണ്ടും ഉണ്ടായി വരികയും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ എൻഡോമെട്രിയം മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഓരോ സ്റ്റേജിനനുസരിച്ച് ഈ എൻഡോമെട്രിയത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. മെൻസ്ട്രുവൽ സൈക്കിളിൽ മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്ന ടൈമിൽ ഈ എൻഡോമെട്രിയമാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇനി മയോമെട്രിയത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇതാണ് പാർച്ചുറീഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ബേബിയെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് യൂട്രസിൽ പവർഫുൾ ആയിട്ടുള്ള കൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത്. കൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങൽ. ഈ യൂട്രസ് ഒരു ബേബി ഫുൾ വളർച്ച എത്തുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബേബിക്ക് പുറത്തു വരണം, ഫീമെയിൽ ബോഡിയിൽ നിന്നും പുറത്തു വരണം. അപ്പോൾ പുറത്തു വരാനായിട്ട് എന്താ ചെയ്യുന്നത്? യൂട്രസ് കുറേ സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് യൂട്രസ് വളരെ പവർഫുൾ ആയിട്ട് ചുരുങ്ങാനും വികസിക്കാനും തുടങ്ങും. അങ്ങനെ ഈ പവർഫുൾ ആയിട്ടുള്ള കൺട്രാക്ഷൻ അതിന് വേണ്ടിയിട്ട് ഈ കൺട്രാക്ഷൻസ് നടത്തുന്നത് ആരാണ്? സ്മൂത്ത് മസിലിൻ്റെ ലെയറാണ്, അതായത് മയോമെട്രിയം. അപ്പോൾ മയോമെട്രിയം ആണ് ഡെലിവറി ടൈമിൽ യൂട്രസിൻ്റെ കൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ലെയർ. ഇതാണ് യൂട്രസിൻ്റെ സ്ട്രക്ചർ. യൂട്രൈൻ ക്യാവിറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട്. യൂട്രൈൻ ക്യാവിറ്റിയെ ലൈൻ ചെയ്തുകൊണ്ട് എൻഡോമെട്രിയം ഉണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള സ്മൂത്ത് മസിലിൻ്റെ ലെയറാണ് മയോമെട്രിയം. ഏറ്റവും പുറമേ ഉണ്ട് പെരിമെട്രിയം. ഇനി ഓവറി ഇവിടെ ഇരിപ്പുണ്ട്. ഓവറിയുടെ അടുത്തുനിന്ന് ഇൻഫണ്ടിബുലം സ്റ്റാർട്ട് ചെയ്ത് ആംബുള്ളയായി ഇസ്തുമസായി ഏറ്റവും ലാസ്റ്റ് യൂട്രസിൽ വന്ന് ചേരുന്നു. ഇനി യൂട്രസ് സെർവിക്സിലൂടെയാണ് വജൈനയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ സെർവിക്സിൻ്റെ ഈ ക്യാവിറ്റിയാണ് സെർവൈക്കൽ കനാൽ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് സ്ട്രക്ചറാണ്. മെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞ് നമ്മൾ പെനിസാണ് പഠിച്ചത്. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതിൽ കുറേ പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ പാർട്സ്? മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറിസ്. ഇങ്ങനെ 5 പാർട്ട് ചേർന്നാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഫോം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമെയുള്ള കുറച്ച് ഫാറ്റി ടിഷ്യൂസ് ആണ്. അതായത് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ ഏറ്റവും പുറമെ ഒരു കുഷ്യൻ പോലെ കുറച്ച് ഫാറ്റി ടിഷ്യൂസ് ഉണ്ട്. ഈ ടിഷ്യൂസിനെ കവർ ചെയ്തുകൊണ്ട് സ്കിന്നും ഉണ്ട്, അതുപോലെ അതിൻ്റെ മുകളിൽ ഹെയറും ഉണ്ട്. അപ്പോൾ ഈ ഹെയർ ആ ഒരു ഏരിയയിൽ വളരുന്ന ഹെയർ ആയതുകൊണ്ടാണ് അതിനെ പ്യൂബിക് ഹെയർ എന്ന് വിളിക്കുന്നത്. മോൺസ് പ്യൂബിസിന്റെ പുറത്തുള്ള ഹെയർ ആയതുകൊണ്ടാണ് അതിനെ പ്യൂബിക് ഹെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ എ കുഷ്യൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. ഇതിനെ കവർ ചെയ്തുകൊണ്ട് സ്കിന്നും ഉണ്ട്, പ്യൂബിക് ഹെയറും ഉണ്ട്, കുറച്ച് ഫാറ്റി ടിഷ്യൂസ്. രണ്ടാമത്തെ പാർട്ടാണ് ലേബിയ മെജോറ. ലേബിയ മെജോറ എന്ന് പറഞ്ഞാൽ ഈ മോൺസ് പ്യൂബിസിൽ നിന്നാണ് തുടങ്ങുന്നത്. മോൺസ് പ്യൂബിസിൽ നിന്ന് തുടങ്ങിയിട്ട് വജൈനൽ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെ പോകുന്ന ഒരു ഫോൾഡ് ഓഫ് ടിഷ്യൂവിനെയാണ് ലേബിയ മെജോറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലേബിയ മെജോറ എന്ന് പറഞ്ഞാൽ മോൺസ് പ്യൂബിസ്, അതായത് കുഷ്യൻ ഓഫ് ഫാറ്റി ടിഷ്യൂ, അവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് വജൈനൽ ഓപ്പണിങ്ങിനെ ചുറ്റി കവർ ചെയ്ത് അതിങ്ങനെ പോകും. അതാണ് ലേബിയ മെജോറ. അടുത്ത പാർട്ടാണ് ലേബിയ മൈനോറ. ലേബിയ മൈനോറ എന്ന് പറയുന്നത് പെയേർഡ് ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ ആണ്. അതായത് രണ്ട് എണ്ണം ഉണ്ട്, രണ്ട് ഫോൾഡ് ഓഫ് ടിഷ്യൂ ഇങ്ങനെ വരും. എന്നിട്ട് അതിനെ നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? ലേബിയ മെജോറയുടെ താഴ്ഭാഗത്ത്. ലേബിയ മെജോറയുടെ അടിയിലായിട്ടാണ് ലേബിയ മൈനോറ കാണുന്നത്. അതായത് ലേബിയ മൈനോറയെ കവർ ചെയ്തിട്ടാണ് ലേബിയ മെജോറ ഇരിക്കുന്നത്. ലേബിയ മെജോറയുടെ താഴെയാണ് നമുക്ക് എ പെയർഡ് ഓഫ് ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ കാണാൻ പറ്റുന്നത്. അതാണ് ലേബിയ മൈനോറ. ഇനി ലാസ്റ്റ് ഒരു പാർട്ടാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ഇതൊരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്, ഒരു ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ഇത് ലേബിയ മെജോറ നമ്മൾ പറഞ്ഞു പെയേർഡ് സ്ട്രക്ചറാണ്, അതായത് രണ്ട് ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ്. ഈ രണ്ട് ഫോൾഡ് ഓഫ് ടിഷ്യൂയും ജോയിൻ ചെയ്യുന്ന അതിൻ്റെ ആ ജംഗ്ഷനിൻ്റെ അവിടെ കാണപ്പെടുന്നതാണ് ക്ലിറ്റോറിസ്. അതും യുറീത്രൽ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞാൽ 5 സ്ട്രക്ചേഴ്സ് ചേർന്നതാണ്. ആദ്യത്തേതാണ് മോൺസ് പ്യൂബിസ്. ഇത് ഒരു കുഷ്യൻ ലൈക്ക് ടിഷ്യൂ ആണ്. ഇതിൽ ഫാറ്റി ടിഷ്യൂ ആണ് ഉള്ളത്. ഈ ടിഷ്യൂവിനെ കവർ ചെയ്തിട്ട് സ്കിന്നും ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ട് പ്യൂബിക് ഹെയറും ഉണ്ട്. ഇനി ഈ മോൺസ് പ്യൂബിസിൻ്റെ താഴെയായിട്ട് ഒരു ഫോൾഡ് ഓഫ് ടിഷ്യൂ ഇങ്ങനെ വരും. അത് വജൈനൽ ഓപ്പണിങ്ങിനെ ഇങ്ങനെ ചുറ്റിയിട്ടാണ് കടന്നു പോകുന്നത്. വജൈനൽ ഓപ്പണിങ്ങിനെ ചുറ്റി കടന്നു പോകുന്നുണ്ട്. മറ്റേ മോൺസ് പ്യൂബിസിൻ്റെ അടുത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് ലേബിയ മെജോറ എന്ന് പറയുന്നത്. ഇനി ഈ ലേബിയ മെജോറ എന്ന് പറയുന്ന ഫോൾഡ് ഓഫ് ടിഷ്യൂവിൻ്റെ താഴെയായിട്ട് നമുക്ക് രണ്ട് ഫോൾഡ്സ് ഓഫ് ടിഷ്യൂസ് ഇങ്ങനെ താഴേക്ക് പോകുന്നത് കാണാം. ഇത് തമ്മിൽ മുകളിൽ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ജംഗ്ഷനും ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ലേബിയ മൈനോറ. ഇനി ഈ രണ്ട് ലേബിയ മൈനോറയും കൂടെ ചേർന്ന് ഉണ്ടായ ആ ജംഗ്ഷൻ, ആ ഭാഗത്ത് ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് ക്ലിറ്റോറസ് എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ യുറീത്രൽ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. യുറീത്രൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ മൂത്രനാളി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ക്ലിറ്റോറസ് കാണപ്പെടുന്നത്. ഇനി ഹൈമൻ എന്ന് പറഞ്ഞൊരു പാർട്ടും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഹൈമനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ ഹൈമൻ എന്ന് പറയുന്നത് നമ്മുടെ വജൈനൽ ഓപ്പണിംഗ് ഉണ്ട്. വജൈന കൂടിയാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ അതൊരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഈ വജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലി കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. അതാണ് ഹൈമൻ എന്ന് പറയുന്നത്. ഹൈമൻ എന്ന് പറഞ്ഞാൽ വജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലി കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ ആണ്. പാർഷ്യലി കവറിംഗ് എന്ന് പറഞ്ഞാൽ വജൈനൽ ഓപ്പണിംഗ് ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചേക്കുമല്ല, അതിനെ പകുതി കുറച്ച് മാത്രം ഭാഗികമായിട്ട് കവർ ചെയ്തിട്ടാണ് ഹൈമൻ കാണപ്പെടുന്നത്. ഇനി ഫസ്റ്റ് കോയിറ്റസിന്റെ സമയത്ത് ഈ ഹൈമൺ പൊട്ടിപ്പോവാറാണ് ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുന്ന സമയത്ത് ഈ ഹൈമൻ പൊട്ടിപ്പോവാറുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, മറ്റ് ചില സന്ദർഭങ്ങളിലും ഈ ഹൈമൻ ബ്രേക്ക് ആവുന്നുണ്ട്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരിടത്തുനിന്ന് വീഴുക, അല്ലെങ്കിൽ നമ്മൾ വജൈനയിലേക്ക് എന്തെങ്കിലും ടാമ്പണൊക്കെ, അതായത് മെൻസ്ട്രുവൽ സൈക്കിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് ടാമ്പൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് താഴെ നമ്മളൊന്ന് വീഴുന്നു. പിന്നെ ചില സ്പോർട്സ് ഐറ്റംസ്, അതായത് ഹോഴ്സ് റൈഡിങ്, സൈക്ലിങ്, ഇങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കുമ്പോൾ
അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഈ ഹൈമൻ പൊട്ടിപ്പോകുന്നുണ്ട്. അതായത് സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് മാത്രമല്ല ഹൈമൻ പൊട്ടുന്നത്, അല്ലാതെ നമ്മൾ ഇച്ചിരി കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ജോലികളോ അല്ലെങ്കിൽ എക്സസൈസോ ഒക്കെ ചെയ്യുന്ന സമയത്തും സ്പോർട്സിൽ ഇടപെടുമ്പോഴും പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് വീഴ്ചയോ അങ്ങനെയൊക്കെ പറ്റുമ്പോഴും ഒക്കെ ഇത് പൊട്ടിപ്പോവാറുണ്ട്. പിന്നെ ചില സ്ത്രീകളിൽ ഈ സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷവും ഈ ഹൈമൻ പൊട്ടിപ്പോവാതെ റിമെയിൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ചിലരിൽ ഫസ്റ്റ് ഇന്റർകോഴ്സിന്റെ ടൈമിൽ പൊട്ടുന്നു, ചിലരിൽ മറ്റേ സ്ട്രീനസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴോ ഇത് പൊട്ടിപ്പോകുന്നു. പക്ഷെ ചിലരിൽ ഈ സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷവും ഇത് പൊട്ടിപ്പോവാതെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഹൈമന്റെ പ്രസൻസോ ആബ്സെൻസോ അല്ല വെർജിനിറ്റിയുടെ ഇൻഡിക്കേറ്റർ. Presence or absence of hymen is not a reliable indicator of virginity or sexual experience. അതുകൊണ്ട് ഒരാളുടെ ഹൈമൺ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഒരാളുടെ ഹൈമൺ പൊട്ടിയിട്ടില്ല എന്ന് വെച്ച് അയാൾക്ക് സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടായിട്ടില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് വെർജിനിറ്റിയുടെ ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ അല്ല ഹൈമൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയായിരുന്നു മെയിനായിട്ടുള്ള ഫീമെയിൽസിൻ്റെ സെക്സ് ഓർഗൻസ്, അതായത് പ്രൈമറി സെക്സ് ഓർഗൻസ്. ഇനി അടുത്തത് മമ്മറി ഗ്ലാൻഡ് ആണ്. മമ്മറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫീമെയിൽ മാമൽസിനും കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. മാമൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതായത് നമുക്കറിയാം കിങ്ഡം അനിമേലിയക്കകത്തുള്ള ഒരു ക്ലാസ് ആണ് മാമൽസ്, അതായത് സസ്തനികൾ. പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തനികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ എല്ലാ സസ്തനികളുടെയും ഫീമെയിൽ ഓർഗാനിസത്തിന് കാണപ്പെടുന്ന പ്രത്യേകതയാണ് അവർക്ക് ഒരു പെയർ മമ്മറി ഗ്ലാൻഡ് ഉണ്ടായിരിക്കും, അതായത് 2 മമ്മറി ഗ്ലാൻഡ് ഉണ്ടായിരിക്കും. ഇനി ഈ മമ്മറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അതിനുള്ളിൽ എന്താണുള്ളത്? അതിനുള്ളിൽ ഗ്ലാൻഡുലാർ ടിഷ്യൂ പിന്നെ കുറച്ച് ഫാറ്റും ആണുള്ളത്. ഗ്ലാൻഡുലാർ ടിഷ്യൂ ഉണ്ട്, പിന്നെ ഫാറ്റും ഉണ്ട്. ഈ ഫാറ്റിൻ്റെ എമൗണ്ട് വേരിയബിൾ ആയിരിക്കും. എല്ലാവരിലും ഇത്ര എമൗണ്ട് ഫാറ്റ് അങ്ങനല്ല, അല്ലാതെ ആ ഫാറ്റിൻ്റെ എമൗണ്ട് വേരി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ് ഉള്ളത്. ഇനി നമ്മുടെ മമ്മറി ഗ്ലാൻഡിലുള്ള ഓരോ മമ്മറി ഗ്ലാൻഡിലും ഉള്ള ഗ്ലാൻഡുലാർ ടിഷ്യൂവിനെ 15 മുതൽ 20 വരെ മമ്മറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു മമ്മറി ഗ്ലാൻഡ് ആണെങ്കിൽ ഈ മമ്മറി ഗ്ലാൻഡിലെ ഗ്ലാൻഡുലാർ ടിഷ്യൂവിനെ ഇങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഡിവിഷനെയും നമ്മൾ മമ്മറി ലോബ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു മമ്മറി ഗ്ലാൻഡിൽ തന്നെ 15 മുതൽ 20 മമ്മറി ലോബ്സ് കാണാൻ പറ്റും. മമ്മറി ലോബ്സിനകത്ത് ഇനി എന്താണുള്ളത്? മമ്മറി ലോബ്സിനകത്ത് ഒരുപാട് സെൽസ് ഉണ്ട്. ഇങ്ങനെ സെൽസിൻ്റെ കൂട്ടങ്ങളുണ്ട് ഒരുപാട്. അങ്ങനെ ഇതിനകത്തുള്ള ക്ലസ്റ്റേഴ്സ് ഓഫ് സെല്ലിനെയാണ് അൽവിയോള എന്ന് വിളിക്കുന്നത്. മമ്മറി ലോബ്സിനകത്തുള്ള ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ്, അതായത് സെൽസിൻ്റെ കൂട്ടം അല്ലെങ്കിൽ കോശങ്ങളുടെ കൂട്ടത്തെയാണ് ആൽവിയോള എന്ന് വിളിക്കുന്നത്. ഈ ആൽവിയോളയിലുള്ള സെൽസാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ആൽവിയോളയിലുള്ള സെൽസാണ്. ഇനി ഇങ്ങനെ സെക്രീറ്റ് ചെയ്ത ആ മിൽക്കിനെ സ്റ്റോർ ചെയ്യുന്നത് ആൽവിയോളയുടെ ക്യാവിറ്റീസ് ആണ് അല്ലെങ്കിൽ ലൂമൻ ആണ്. ഓരോ അൽവിയോളയ്ക്കും എന്താണ്? ലൂമൻ കാണും, അതിനുള്ളിൽ ഒരു ക്യാവിറ്റി കാണും. അവിടെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം എങ്ങനെയാണ് മിൽക്ക് ഫോം ചെയ്യുന്നത്? മമ്മറി ഗ്ലാൻഡിലെ ഗ്ലാൻഡുലാർ ടിഷ്യൂവും ഫാറ്റും ഉണ്ട്. ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂ ഒരു ബ്രസ്റ്റിലെ അല്ലെങ്കിൽ ഒരു മമ്മറി ഗ്ലാൻഡിലെ ഗ്ലാൻഡുലാർ ടിഷ്യൂവിനെ തന്നെ നമുക്ക് 15 to 20 മമ്മറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓരോ മമ്മറി ലോബിലും എന്തുണ്ട്? ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട്, അതായത് സെൽസിൻ്റെ കൂട്ടമുണ്ട്. അതിനെയാണ് ആൽവിയോള എന്ന് വിളിക്കുന്നത്. ഈ ആൽവിയോളയിലെ സെൽസാണ് മിൽക്കിനെ സെക്രീറ്റ് ചെയ്യുന്നത്. സെക്രീറ്റ് ചെയ്ത മിൽക്ക് സ്റ്റോർ ചെയ്യുന്നത് ഈ ആൽവിയോളയുടെ ഉള്ളിലുള്ള ക്യാവിറ്റീസ് അല്ലെങ്കിൽ ലൂമനകത്താണ്. ഇനി ഈ മിൽക്ക് നമ്മുടെ ബോഡിയുടെ പുറത്തേക്ക് വരണം. അതെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? എങ്ങനെയാണ് അൽവിയോളയുടെ അകത്തുള്ള സെൽസ് ഉണ്ടാക്കിയ മിൽക്ക് ബോഡിയുടെ പുറത്തേക്ക് വരുന്നത്? അതിന് ഒരു സിസ്റ്റം ഉണ്ട്, അതാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഈ ആൽവിയോളയുടെ അകത്തുള്ള ക്യാവിറ്റിയിൽ ഇരിക്കുകയാണ് മിൽക്ക്. അവിടുന്ന് ഇത് മമ്മറി ട്യൂബ്യൂൾസിലേക്ക് എത്തുന്നു. അതായത് കുറേ അൽവിയോളയുടെ ഇത് ചേർന്നാണ് ഒരു മമ്മറി ട്യൂബ്യൂൾ ആവുന്നത്. ഈ പല ഇടത്തുനിന്ന് വരുന്ന മമ്മറി ട്യൂബ്യൂൾസ് ചേർന്നിട്ട് ഒരു മമ്മറി ഡക്റ്റ് ആയിട്ട് മാറും.
പല മമ്മറി ഡക്ട്സുകൾ ചേർന്നിട്ട് എന്തായിട്ട് മാറും? മമ്മറി ആംബ്യുള്ള ആയിട്ട് മാറും. മമ്മറി ആംബ്യുള്ള പിന്നീട് ലാക്ടിഫറസ് ഡക്റ്റ് ആയിട്ട് മാറുന്നു. ലാക്ടിഫറസ് ഡക്റ്റ് ആണ് നിപ്പിളിലൂടെ മിൽക്കിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഏറ്റവും ആദ്യം ആൽവിയോളയിൽ ഇരിക്കുന്ന മിൽക്ക് അത് മമ്മറി ട്യൂബ്യൂൾസിലേക്ക് വരും. പല മമ്മറി ട്യൂബ്യൂൾസ്, ഒരുപാട് മമ്മറി ട്യൂബ്യൂൾസ് ചേർന്നിട്ടാണ് മമ്മറി ഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഈ മമ്മറി ഡക്റ്റ്, പല മമ്മറി ഡക്റ്റുകൾ ചേർന്ന് മമ്മറി അംബ്യുള ആയിട്ട് മാറും. മമ്മറി അംബ്യുള ചേർന്നിട്ടാണ് ലാക്ടിഫറസ് ഡക്റ്റ് ആയിട്ട് മാറുന്നത്. അത് നിപ്പിളിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇതാണ് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ മിൽക്കിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനി മമ്മറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, കുറേ ഫാറ്റ് ഉണ്ട് ഇതിൽ. ഫാറ്റാണ് ഈ കാണപ്പെടുന്നത്. പിന്നെ അകത്തിരിക്കുന്ന മഞ്ഞ കളറിലുള്ള പാർട്ടാണ് ഗ്ലാൻഡുലർ ടിഷ്യൂ. അതിൽ കണ്ടോ ഓരോ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതും മമ്മറി ലോബാണ്. അതിലൊക്കെ മമ്മറി ആൽവിയോള ഉണ്ട്. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് ഇങ്ങനെ ലാസ്റ്റ് നിപ്പിളിൽ കൂടിയാണ് പുറത്ത് വരുന്നത്. ലാക്ടിഫറസ് ഡക്റ്റും ആംബ്യുള മമ്മറി ഡക്റ്റും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ മൊത്തം കണ്ടന്റ് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യം തന്നെ ഓവറീസ് ആണ് പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻസ്. ഇത് യൂട്രസുമായിട്ടും പെൽവിക് ക്യാവിറ്റിയുമായിട്ടും ലിഗമെന്റ് വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓവറീസിലാണ് ഓവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ചില സ്റ്റിറോയിഡ് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസും ഓവറീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഓവറിയിലെ ഡക്ട് സിസ്റ്റം. ഓവറിയുടെ ഡക്റ്റാണ് ഓവിഡക്ട്. ഓവറിയുടെ ഡക്റ്റ് അല്ല, ഓവറിയുടെ അടുത്തിരിക്കുന്ന ഡക്റ്റിനെയാണ് ഓവിഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓവിഡക്റ്റിന്റെ ഓവറിയോട് അടുത്തിരിക്കുന്ന പാർട്ടാണ് ഇൻഫെൻഡിബുലം. ഇൻഫെൻഡിബുലം കഴിഞ്ഞാൽ ഒരു വൈഡസ്റ്റ് പാർട്ടുണ്ട്, അതാണ് ആംബ്യുള്ള. ആംബ്യുള്ളയ്ക്ക് ശേഷം യൂട്രസിനോട് ചേർന്നൊരു നാരോ പാർട്ടുണ്ട്, അതാണ് ഇസ്തുമസ്. അത് പിന്നെ യൂട്രസിൻ്റെ അവിടേക്ക് പോകുന്നു. ഇനി യൂട്രസ് സെർവിക്സ് വഴി സെർവൈക്കൽ കനാലിലൂടെ വജൈനയിൽ എത്തുന്നു. വജൈനയാണ് ബേബിയെ പുറത്തേക്ക്, ഡെലിവറി സമയത്ത് ബേബിയെ പുറത്തേക്ക് വരുന്നത് വജൈനയിലൂടെയാണ്. ഇനി മമ്മറി ഗ്ലാൻഡ്, ഇത് പെയ്ഡ് ഗ്ലാൻഡ്സ് ആണ്. ഇതിനെ നമുക്ക് മമ്മറി 15 to 20 മമ്മറി ലോബ്സ് ആയിട്ട് ഓരോ മമ്മറി ഗ്ലാൻഡിനെയും ഡിവൈഡ് ചെയ്യാം. അതിനകത്ത് അൽവിയോള ഉണ്ട്, അത് ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ്. അവർ അതിലാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മമ്മറി ട്യൂബിൾസിലേക്ക് ഓപ്പൺ ആവുന്നു. മമ്മറി ട്യൂബിൾസ് ജോയിൻ ചെയ്തിട്ടാണ് മമ്മറി ഡക്റ്റ് ഫോം ചെയ്യുന്നത്. അത് മമ്മറി ആംബ്യുളയിലേക്ക് പോകുന്നു. അതിനുശേഷം ലാക്ടിഫറസ് ഡക്റ്റ് ആവുന്നു. അത് നിപ്പിളിൽ ഓപ്പൺ ചെയ്ത് മിൽക്ക് ബോഡിയുടെ പുറത്തേക്ക് എത്തുന്നു. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, അല്ലെങ്കിൽ ഇതിനെ വൾവ എന്നും വിളിക്കാം. ഇതിന് മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറിസ്, ഇങ്ങനെ ഇത്രയും പാർട്സ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഓവറിയുടെ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ? ഓവത്തിൻ്റെ ഫോർമേഷൻ, അതുപോലെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ മുതലായ സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ. പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വെച്ചാണ്. അതുപോലെ ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നതും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വഴിയാണ്. പിന്നെ മെൻസ്ട്രുവേഷൻ, കോപ്പുലേഷൻ, ചൈൽഡ് ബർത്ത്, ഇതെല്ലാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ആണ്. ഇത്രയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ MCQs നോക്കാം. ഫസ്റ്റ് തന്നെ, ഫെർട്ടിലൈസേഷൻ ജനറലി ഒക്കേഴ്സ് അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ. ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംബ്യുളയ്ക്കും ഇസ്തുമസിനും ഇടയ്ക്കുള്ള ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. ആംബ്യുള എന്ന് പറയുന്നത് ഓവിഡക്റ്റിൻ്റെ വൈഡസ്റ്റ് പാർട്ടാണ്. ഇസ്തുമസ് എന്ന് പറയുന്നത് ഓവിഡക്റ്റിൻ്റെ നാരോ പാർട്ടാണ്. ഇതിൻ്റെ ഇടയിലുള്ള ജംഗ്ഷനിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പ്രസൻറ്റ് അറ്റ് ദ ഓവേറിയൻ എൻഡ് ഓഫ് ഫലോപ്പിയൻ ട്യൂബർ. അതായത് ഓവറിയുടെ അടുത്തിരിക്കുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് കാണപ്പെടുന്ന പാർട്ടിൻ്റെ പേരെന്ത്? അതാണ് ഫിംബ്രിയെ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് ഈസ് വൈഡസ്റ്റ്? ഓവിഡക്റ്റിൻ്റെ ഏത് പാർട്ടാണ് വൈഡസ്റ്റ്? ആംബ്യുള്ളയാണ് വൈഡസ്റ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഓവറീസ് ആർ കണക്റ്റഡ് ടു
ഓവറീസ് എവിടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? എവിടേക്കാണ്? യൂട്രസുമായിട്ടും പെൽവിക് വാളുമായിട്ടുമാണ് ഓവറീസ് കണക്ട് ചെയ്തിരിക്കുന്നത് ബൈ ലിഗമെന്റ്സ്, ലിഗമെന്റ്സിലൂടെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, യൂട്രസ് ഓപ്പൺസ് ഇൻ ടു വജൈന ത്രൂ. യൂട്രസ് വജൈനയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്, അത് എന്തിലൂടെയാണ്? സെർവിക്സിലൂടെയാണ് യൂട്രസ് വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ ഓഫ് യൂട്രസ് അണ്ടർഗോ സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ടൈമിൽ യൂട്രസിൻ്റെ ഏത് ലെയറാണ് സൈക്ലിക് ചേഞ്ചസ് കാണിക്കുന്നത്? ഏത് ലെയറാണ്? ഇന്നർ ഗ്ലാൻഡുലർ ലെയറായ എൻഡോമെട്രിയം. യൂട്രസിൻ്റെ കൺട്രാക്ഷൻ ഉള്ളതാണ് മയോമെട്രിയം. സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിങ് മമ്മറി ഗ്ലാൻസ്? മമ്മറി ഗ്ലാൻസിനെ പറ്റി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ദേ ആർ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻസ്. അല്ല, പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ഓവറിയാണ്. ദേ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെർട്ടിലൈസേഷൻ. മമ്മറി ഗ്ലാൻഡ് ഫെർട്ടിലൈസേഷനിൽ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ദേ ആർ പെയ്ഡ് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ബ്രസ്റ്റ് ആൻഡ് ഫങ്ഷണലി അസോസിയേറ്റഡ് വിത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇവർ ബ്രസ്റ്റിൽ കാണപ്പെടുന്ന പെയ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. അതുപോലെ ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ഫങ്ഷണലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദേ പ്രൊഡ്യൂസ് ഓവ. തെറ്റാണ്. ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ ജെനീറ്റാലിയ? എക്സ്റ്റേണൽ ജെനീറ്റാലിയയുടെ പാർട്ട് അല്ലാത്തത്, നോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ഹൈമൻ, സെർവിക്സ്. നമുക്കറിയാം മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറിസ്, ഇത്രയും ചേരുന്നതാണ് എക്സ്റ്റേണൽ ജെനീറ്റാലിയ. പക്ഷെ സെർവിക്സ് ബർത്ത് കനാലിൻ്റെ ഒരു പാർട്ടാണ്. സെർവൈക്കൽ കനാലും വജൈനയും ചേരുന്നതാണ് ബർത്ത് കനാൽ. ദ ഓപ്പണിംഗ് ഓഫ് വജൈന ഈസ് ഓപ്പൺ പാർഷ്യലി കവേർഡ് ബൈ. വജൈനയുടെ ഓപ്പണിങ് പാർഷ്യലി കവർ ചെയ്തിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ അങ്ങനെ പാർഷ്യലി കവർ ചെയ്തിരിക്കുന്ന ആ മെംബ്രെയിൻ്റെ പേരെന്താണ്? അതാണ് ഹൈമൻ. 10th ക്വസ്റ്റ്യൻ, യൂട്രൈൻ ലെയർ ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മൂത്ത് മസിൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ യൂട്രസിൻ്റെ ഏത് വോളിലാണ് സ്മൂത്ത് മസിൽ ഉള്ളത്? 3 ലെയർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പെരിമെട്രിയം, മയോമെട്രി, എൻഡോമെട്രി. മയോമെട്രിയത്തിലാണ് സ്മൂത്ത് മസിൽസ് ഉള്ളത്. ഇതൊരു തിക്ക് ലെയർ ആണ്. ഇതാണ് ഡെലിവറിയുടെ ടൈമിൽ യൂട്രസിൽ സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലെയർ ആണ്. എൻഡോമെട്രിയം ഇന്നർ ഗ്ലാൻഡുലർ ലെയർ ആണ്. ഇതാണ് മെൻസ്ട്രുവൽ സൈക്കിളിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ലെയർ, എൻഡോമെട്രിയം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഏതൊക്കെയാണെന്നും പിന്നെ മമ്മറി ഗ്ലാൻഡിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. സോ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.